നമുക്ക് രണ്ട് തരത്തിലുള്ള മനസ്സുണ്ട്, അല്ലെങ്കിൽ മനസ്സിന് രണ്ട് തലങ്ങളുണ്ടെന്നും പറയാം. ബോധമനസ്സ്, ഉപബോധ മനസ്സ് എന്നിങ്ങനെയാണ് അവ. ഇതിനു പുറമെ അവബോധ മനസ്സ് എന്നൊരു മനസ്സുകൂടിയുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം വളരെ കുറവായതിനാൽ ഇവിടെ പരാമർശിക്കുന്നില്ല. നാം ഉണർന്നിരിക്കുമ്പോൾ പ്രവർത്തനനിരതമായിരിക്കുന്നത് നമ്മുടെ ബോധമനസ്സാണ്. ഉപബോധ മനസ്സ് 24 മണിക്കൂറും പ്രവർത്തനനിരതമാണ്. നാം ഉറങ്ങുമ്പോഴും നമുക്ക് ബോധമില്ലാതിരിക്കുമ്പോഴും നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തനനിരതമായിരിക്കുന്നു. ഉദാഹരണത്തിന്, വെളുപ്പിന് 4 മണിക്ക് ഉണരണം എന്ന നിശ്ചയത്തോടെ കിടന്നുറങ്ങുന്ന ആൾ കൃത്യമായി 4 മണിക്ക് മുമ്പ് തന്നെ ഉണരുന്നത് സമയമായി എന്ന് ഉപബോധ മനസ്സ് നൽകുന്ന മുന്നറിയിപ്പിനാലാണ്. നമ്മുടെ ആ തീരുമാനം, അതായത് 4 മണിക്ക് ഉണരണം എന്ന തീരുമാനം അത്രയും ദൃഢമായിരിക്കണം എന്നു മാത്രം. ഉപബോധ മനസ്സിൻ്റെ ശക്തിയാലാണ് നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉപബോധ മനസ്സിൽ നാം നേട്ടങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവയാണ് നാം ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക. ആ ആഗ്രഹം സഫലമാക്കാനായി ബോധമനസ്സ് നമ്മുടെ ശരീരത്തെ പ്രവർത്തനനിരതമാക്കുന്നു. അങ്ങനെ ആഗ്രഹപൂർത്തീകരണത്തിനായി നാം പ്രവർത്തിക്കുന്നതിനാൽ ആരോഗ്യവും സമ്പത്തും സന്തോഷവും നമുക്ക് ലഭിക്കുന്നു. ആഗ്രഹമുണ്ടെങ്കിലേ നേട്ടമുണ്ടാകൂ എന്നർത്ഥം. നേട്ടങ്ങളെല്ലാം തീവ്രമായ ആഗ്രഹങ്ങളുടെ ഫലമാണ് എന്നോർക്കുക. ആഗ്രഹങ്ങളുടെ 90% പിറവിയെടുക്കുന്നതോ ഉപബോധ മനസ്സിലും. അതിനർത്ഥം ഉപബോധ മനസ്സാണ് നമ്മുടെ നേട്ടങ്ങളുടെ സ്രോതസ്സ് എന്ന് തന്നെ. എന്നാൽ എല്ലാം ലഭിച്ചാലും സന്തുഷ്ടരാകാത്ത ചിലരുണ്ട്. അവർക്ക് ആഗ്രഹവും സന്തോഷവും മിച്ചം കിടക്കും. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കുക, സന്തുഷ്ടി ആപേക്ഷികമാണ്. പ്രശസ്തമായ ഒരു കഥ ഇവിടെ ഓർമ്മിക്കാം. ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. തക്കാളിയാണ് പ്രധാനമായും അയാൾ കൃഷി ചെയ്യുന്നത്. ചിലപ്പോൾ വിളനാശം സംഭവിക്കും. അപ്രാവശ്യത്തെ തക്കാളി കൃഷിക്ക് നല്ല വിളവുണ്ടായിരുന്നു. തക്കാളിപ്പഴം സമൃദ്ധമായുണ്ടായി. പക്ഷേ അപ്പോഴും കൃഷിക്കാരന് സങ്കടം മാത്രമായിരുന്നു. ഇത് കണ്ട് ഒരാൾ ചോദിച്ചു, എന്താണ് സങ്കടം? തോട്ടത്തിൽ നല്ല വിളവാണല്ലോ. ഓ, പക്ഷേ ചീത്ത തക്കാളി ഒന്നുപോലുമില്ലല്ലോ. കൃഷിക്കാരൻ സങ്കടത്തോടെ പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ, എന്നിട്ടും വിഷമിച്ചിരിക്കുന്നത് എന്തിനാണ്? ചീത്ത തക്കാളികൾ പന്നികൾക്ക് കൊടുക്കുകയാണ് പതിവ്. ഇക്കുറി ഒരൊറ്റ ചീഞ്ഞ തക്കാളി പോലുമില്ല. പിന്നെങ്ങനെ പന്നികൾക്ക് കൊടുക്കും? അതോർത്താണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത്, ആ കൃഷിക്കാരൻ മറുപടി പറഞ്ഞു. എങ്ങനെയുണ്ട്? നമ്മിൽ ഒട്ടുമുക്കാൽ പേരും ഈ കൃഷിക്കാരനെ പോലെയാണ്. കൈവന്ന സൗഭാഗ്യത്തെ ഓർത്ത് സന്തോഷിക്കുന്നതിന് പകരം സഫലമാകാത്ത സ്വപ്നങ്ങളെ ഓർത്ത് വിലപിക്കുന്നവരാണ് നാം. ഈ മനോഭാവമുള്ളവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ തോന്നുക? എങ്ങനെയാണ് വിജയമുണ്ടാവുക? ചിന്തകളുടെ ശക്തി ദൂരെയുള്ള ആളുകളെപ്പോലും സ്വാധീനിക്കും. കാരണം മനസ്സ് ഒന്നല്ല അനേകമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇവിടെ ഓർമ്മിക്കാം. ചിന്തിക്കാനുള്ള കഴിവ്, യുക്തിബോധം, വിശകലനശേഷി എന്നിവ ബോധമനസ്സിൻ്റെ പ്രത്യേകതകളാണ്. സന്തോഷകരവും ദുഃഖകരവുമായ അനുഭവങ്ങളുടെ കലവറയാണ് ഉപബോധ മനസ്സ്. പോരെങ്കിൽ ദൈനംദിനം ഉണ്ടാകുന്ന അനുഭവങ്ങൾ പുതിയ ഓർമ്മകളായി ഉപബോധ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നറിയാമോ? നവജാത ശിശുവിൻ്റെ മനസ്സിൽ ഭാഷയോ കണക്കോ തിരിച്ചറിവോ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുകളോ ഒന്നും തന്നെയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വാക്കുകളും അക്കങ്ങളും അറിവുകളും ചിത്രരൂപത്തിലാണ് ഒരു കുട്ടിയുടെ മനസ്സിലെത്തുക. ഉദാഹരണത്തിന്, ആന എന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആ, ന എന്നീ അക്ഷരങ്ങളല്ല, മറിച്ച് 4 കാലും തുമ്പിക്കൈയും കൊമ്പും വലിയ ചെവിയുമൊക്കെയുള്ള കറുത്ത ഒരു മൃഗത്തിൻ്റെ രൂപമാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുക. അതായത് മാതാപിതാക്കളിൽ നിന്നും ചുറ്റുവട്ടത്തു നിന്നും ലഭിക്കുന്ന ഇമേജുകൾ ഉൾക്കൊണ്ട് കുട്ടിയുടെ മനസ്സ് രൂപപ്പെടുകയാണ്. ഒരു സ്പോഞ്ച് കഷ്ണം വെള്ളം ആഗിരണം ചെയ്യുന്നത് പോലെ ചുറ്റുവട്ടത്ത് കാണുന്നതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ ആഗിരണം ചെയ്യപ്പെട്ട് ഏതൊരുവൻ്റെയും വ്യക്തിത്വ ഘടന അവിടെ രൂപപ്പെടുന്നു. 8 വയസ്സിനുള്ളിൽ ഈ വ്യക്തിത്വ ഘടനയുടെ ഏകദേശ രൂപം തെളിഞ്ഞു വരും. ഇത് ഏറെക്കുറെ ജീവിതകാലം മുഴുവനും ആ വ്യക്തിയിൽ തുടരും. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ മനസ്സിനുള്ളിലേക്ക് കടന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ല വ്യക്തിത്വം രൂപപ്പെടുന്നു. എന്നാൽ കണ്ടുവളർന്നത് സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ വ്യക്തിത്വം വികലമാകാനാണ് കൂടുതലും സാധ്യത. മാതാപിതാക്കൾ തമ്മിലുള്ള കലഹവും അയൽവാസികൾ തമ്മിലുള്ള കത്തിക്കുത്തും പരിസരത്ത് നടക്കുന്ന പിടിച്ചുപറിയും കണ്ടുവളരുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ സാമൂഹ്യ വിരുദ്ധന്മാരായി തീരുന്നതിൻ്റെ കാരണം
മറ്റൊന്നല്ല. അതിനർത്ഥം എല്ലാവരും നല്ലവരായാണ് ജനിക്കുന്നതെങ്കിലും മനസ്സിൻ്റെ നന്മ തിന്മകൾ രൂപപ്പെടുന്നത് സാഹചര്യങ്ങളുടെ സ്വാധീനം മൂലമാണെന്നാണ്. സാഹചര്യങ്ങളിൽ അനുകൂലമായ മാറ്റം വരുത്തിയാൽ ഒരു കുശവൻ കുഴഞ്ഞ കളിമണ്ണുകൊണ്ട് മനോഹരമായ മൺകുടം മെനഞ്ഞെടുക്കുന്നത് പോലെ നമുക്ക് ഒരു പുതിയ വ്യക്തിയെ വാർത്തെടുക്കാനാകും. പോസിറ്റീവ് തിങ്കിങ് ഇതിന് സഹായിക്കും. മറ്റൊരു കഥ ഓർമ്മിക്കാം. വിദേശത്തും ബിസിനസ് നടത്തുന്ന സംരംഭകനാണ് ജോൺസ്. ബിസിനസ് പങ്കാളിയായ വിദേശി കേരളത്തിലേക്ക് വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ജോൺസിന് സന്തോഷമായി. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ പാർട്ട്ണറെയും കൊണ്ട് ജോൺസ് കൊച്ചിയിലെ ഓഫീസിലേക്ക് പറക്കുകയായിരുന്നു. വില കൂടിയ ഒരു ആഡംബര കാറിൽ. അപ്രതീക്ഷിതമായി ഒരു ഇടവഴിയിൽ നിന്ന് പെട്ടെന്ന് പ്രധാന നിരത്തിലേക്ക് ഒരു ലോറി നല്ല വേഗത്തിൽ കയറി വന്നു. പ്രധാന വഴിയിലേക്ക് കയറുമ്പോൾ ഇടറോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന സാമാന്യ തത്വം അയാൾ ഒട്ടും പാലിച്ചിരുന്നില്ല. അപകടം മുന്നിൽ കണ്ട ലോറി ഡ്രൈവറും ജോൺസും സഡൻ ബ്രേക്ക് ഇട്ടു. ജോൺസിൻ്റെ കാർ ലോറിയുമായി മുട്ടിയില്ലെന്ന മട്ടിൽ 1 ഇഞ്ച് വ്യത്യാസത്തിൽ അവിടെ നിന്നു. പെട്ടെന്ന് കുറ്റം തൻ്റേതല്ലെന്ന മട്ടിൽ ലോറി ഡ്രൈവർ ലോറിയിൽ നിന്ന് തല വെളിയിലേക്കിട്ട് ജോൺസിന് അസഭ്യം പറയാൻ തുടങ്ങി. ജോൺസ് ആകട്ടെ തിരിച്ച് ഒന്നും പറഞ്ഞുമില്ല. അയാൾ പറയുന്ന അസഭ്യവാക്കുകൾക്ക് ഓരോന്നിനും പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ. ഒടുവിൽ ലോറി ഡ്രൈവർക്ക് ശുഭാശംസകളും പറഞ്ഞു. എല്ലാം കണ്ടുകൊണ്ടിരുന്ന വിദേശിയായ അയാളുടെ പാർട്ട്ണർ അമ്പരന്നു. അയാൾ ചോദിച്ചു, ജോൺസ്, വാട്ട് ഈസ് ദിസ്? തെറ്റ് ലോറി ഡ്രൈവറുടെ ഭാഗത്തായിരുന്നിട്ടും നിങ്ങൾ അയാൾക്ക് താങ്ക്സ് പറഞ്ഞു. അയാൾക്ക് ബെസ്റ്റ് വിഷസും നേർന്നു. നിങ്ങൾക്ക് എന്തുപറ്റി? ജോൺസ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇങ്ങനെയുള്ള ധാരാളം പേർ അവരുടെ മനസ്സാകുന്ന ലോറി നിറയെ മാലിന്യങ്ങളുമായാണ് യാത്ര ചെയ്യുന്നത്. അവർ അത് കൊണ്ടിടാൻ ഒരു സ്ഥലം നോക്കി നടക്കുകയാണ്. നോക്കൂ, അവരുടെ മനസ്സിലുള്ള മാലിന്യങ്ങളായ ധിക്കാരം, അഹങ്കാരം, പക, കോപം, നിരാശ, വെറുപ്പ്, ടെൻഷൻ എന്നിവയെല്ലാം നമ്മൾ അവസരം കൊടുത്താൽ നമ്മുടെ മനസ്സിലേക്ക് നിക്ഷേപിച്ചിട്ട് അവർ സ്ഥലം വിടും. ഞാൻ അവസരം കൊടുക്കാത്തതുകൊണ്ട് അവയൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാതെ ഒഴിഞ്ഞു പോയതിനാണ് ഞാൻ നന്ദിയും ആശംസയും പറഞ്ഞത്. ജോൺസ് ചിരിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. നിരാശ, കോപം, അഹങ്കാരം, ധിക്കാരം, പക, വെറുപ്പ്, ടെൻഷൻ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കടക്കുന്നതിനെ തടയിടണം എന്നാണ് ഈ കഥ ഓർമ്മിപ്പിക്കുന്നത്.